ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. 2024 വേൾഡ് കപ്പ് 2020 ഇന്ത്യ ആണല്ലോ വിജയിച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്ക് അഗൻസ്റ്റായിട്ട് നിന്ന്. അപ്പോൾ ഈ വിജയത്തെപ്പറ്റി, ഈ വിജയം മീൻസ് ഇതിനെപ്പറ്റി, ഈ കപ്പ് നേടിയതിനെ പറ്റി എന്താണ് തോന്നുന്നത്? അതെ, നല്ല വിജയമായിരുന്നു, യാതൊരു സംശയമില്ല. ഇന്ത്യ 11 വർഷത്തിന് ശേഷം, അതായത് ഒരു ICC വേൾഡ് കപ്പും കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യക്ക് നേടാൻ പറ്റില്ല. പലപ്പോഴും ഫൈനലിലും സെമി ഫൈനലിലും ഒക്കെ ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയെ ഒരു ചോക്കേഴ്സായിട്ടാണ് ഇതുവരെ ഒരു ഫൈനലിൽ ജയിക്കാൻ പറ്റില്ല. പല പ്രാവശ്യം ഫൈനലിൽ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇന്ത്യയും അടുത്ത കാലത്തൊക്കെ ചോക്കേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അവസാനം കൊണ്ടുവന്ന് ഇത് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ. 11 വർഷത്തെ ആ ഒരു ഇത് മാറ്റി ഒരു വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ജയിച്ചു, ഒരു ICC വേൾഡ് കപ്പ് ജയിച്ചു. T20 വേൾഡ് കപ്പ് ഇന്ത്യയുടെ രണ്ടാമത്തെയാണ്. 2007 അതായത് ആ ഇനാഗുറൽ മാച്ചിൽ ഇന്ത്യ ആയിരുന്നു T20 വേൾഡ് കപ്പ് വിന്നർ. അപ്പം ഇന്നലെ നടന്ന ഈ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഫൈനലിൽ ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു. 7 റൺസിനാണ് അവരെ തോൽപ്പിച്ചത്. പലപ്പോഴും അതായത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്ന ഒരു വിജയ സാധ്യത മാറിക്കൊണ്ടിരുന്ന ഒരു മാച്ചായിരുന്നു. കാര്യം ചില സമയത്ത് ഈ ഡി കോക്ക് കളിച്ചപ്പോൾ, ക്ലാസൻ കളിച്ചപ്പോൾ, ഈവൻ വാർണർ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ അവർക്ക് ജയിക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 24 ബോളിൽ നിന്ന് 26 റൺസ് വേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഈസി ആയിട്ട് അവർ ജയിക്കുമെന്ന് തോന്നിയ സാഹചര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ബൗളേഴ്സ് അവസാനത്തെ ഓവറുകൾ നന്നായി ചെയ്ത് അവരെ റെസ്ട്രിക്റ്റ് ചെയ്തു. അവസാനത്തെ ഓവറിൽ 16 റൺസ് നേടുക എന്നൊക്കെ പറഞ്ഞത് പല ടീമുകളും നേടുന്നതാണ്. അത് ഇവർക്കും നേടാമായിരുന്നു, പക്ഷേ നടന്നില്ല. അത് കാര്യം ഹാർദിക് പാണ്ഡ്യ വളരെയധികം വിമർശനങ്ങൾ IPL സമയത്ത് നേടിയിട്ടുള്ള ക്രിക്കറ്ററാണ്. പക്ഷേ ആ ഫൈനൽ ഓവർ അവരെ ജയിപ്പിച്ചില്ല. 9 റൺസാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ അത് അങ്ങനെ ബൗളേഴ്സിൻ്റെ ഒരു വിജയമാണെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ബാറ്റേഴ്സിൻ്റെ കാര്യം നോക്കും. ഞാനിപ്പോൾ ഈ വിജയമല്ല, ഈ ടൂർണമെൻറ്റ് ആകമാനം എടുത്തു നോക്കിയാൽ ഈ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിൻ്റെ കാരണക്കാർ ബൗളേഴ്സാണ്, ബാറ്റേഴ്സ് അല്ല. ബാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും അവിടെ കോഹ്ലിയിൽ അവസാനം കളിച്ചു, നല്ല കളിയായിരുന്നു. അത് ഈ വിജയത്തിന് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി മുമ്പുള്ള കളികളെല്ലാം മോശമായിരുന്നു. അപ്പോൾ ആൾക്കാർ പറയും ഫൈനലിന് വേണ്ടി പുള്ളി കാത്തിരിച്ച. ഫൈനലിൽ ഇന്ത്യ അന്നില്ലായിരുന്നെങ്കിൽ അതെങ്ങനെ ഇത് കാണിക്കാൻ പറ്റുമായിരുന്നു? അതുപോലെ തന്നെ രോഹിത് ശർമ്മ കളിച്ചതിൽ ഒരു നല്ല കളി കളിച്ചു എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനലിലാണ്. അപ്പം പറയും സെമി ഫൈനലിന് വേണ്ടി ഇവരൊക്കെ ക്രൂഷ്യൽ മാച്ചാണ് കളിക്കുന്നത്. ഈ ക്രൂഷ്യൽ മാച്ച് വരെ ഇന്ത്യ എത്തിയെങ്കിൽ അല്ലാതെ ഈ ക്രൂഷ്യൽ മാച്ചിൽ ഇവർക്കൊക്കെ കളിക്കാൻ പറ്റുമോ? അത് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള കളികളൊക്കെ വിളിച്ച് വന്ന് പോയിന്റ്സ് നിലയിൽ വന്നെങ്കിലല്ല പിന്നെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കാര്യമില്ല. പിന്നെ ഈ പന്ത് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ സഞ്ജു സാംസനെ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ശുഭൻ ദബെ കളിപ്പിക്കാൻ വേണ്ടിയോ പന്തിനെ മൂന്നാമത് കൊണ്ട് കളിപ്പിച്ചു. ആദ്യത്തെ കളിയിൽ 5 or 6 ലൈവ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന്, ഏറ്റവും വലിയ ഭാഗ്യമുള്ളൊരു പ്ലെയറാണ് പന്തെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു ഹാഫ് സെഞ്ചുറി കിട്ടി. പിന്നെയുള്ള മാച്ചുകളിലൊക്കെ ചാൻസി ഇന്നിങ്സ് ആയിരുന്നു. എവിടെയൊക്കെ എത്രയൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ 4 മാച്ചസുകൾ വളരെ മോശമായിരുന്നു, ഒന്നും നേടിയില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യമായിട്ട്, അതായത് ഒരു ഇന്ത്യൻ പ്ലെയർ T20 ഫൈനൽസിൽ 0ക്ക് ഔട്ടാകുന്ന ആദ്യത്തെ ആളെന്നുള്ളത് പന്തിന് കിട്ടിയൊരു റെക്കോർഡാണ്. മനസ്സിലായില്ല, അങ്ങനെ കളിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ശിവൻ ദുബെ
സീരീസ് ഓഫ് ഫെയിലിയേഴ്സ് ആയിരുന്നു, എക്സെപ്റ്റ് 1-2 കളികൾ ഒഴിച്ചിട്ട്. അയാൾ ബൗൾ ചെയ്യുമെന്നും പറഞ്ഞാണ് ദുബൈ ടീമിലെടുത്തത്. അയാൾ ബൗൾ ചെയ്തിട്ടില്ല. എന്നിട്ട് അത് എത്ര ഫെയിലായാലും പുള്ളിയെ മാറ്റില്ല എന്നുള്ള കടുംപിടുത്തത്തിലായിരുന്നു മാനേജർ എന്നുള്ളതാണ് സത്യം. കാര്യം വേറെ ആരെ ഇപ്പം സഞ്ജു സാംസനെ കൊണ്ടുവരുമോ അല്ലെ ഇവരെയൊക്കെ കൊണ്ടുവരേണ്ടി വരാതിരിക്കാൻ വേണ്ടി, അതായത് ഇവരെ ഈ ചില കളിക്കാരെ സഞ്ജു സാംസൺ, ജയ്സ്വാൾ, റിങ്കു സിംഗ് ഇങ്ങനെയുള്ള കളിക്കാരെ എങ്ങനെ കളിപ്പിക്കാതിരിക്കാമെന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യ ഈ മാച്ചുകൾ ഈ വേൾഡ് കപ്പ് ജയിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആണെങ്കിലും കുറേ വീക്ക് ടീംസ് എഗൻസ്റ്റ് ആയിട്ട് കാനഡ, USA പോലുള്ള ടീംസിന് എഗൻസ്റ്റ് ആയിട്ടൊക്കെ കുറച്ച് സ്കോർ ചെയ്തു. അല്ലാതെ ഒരു നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ഫൈനൽസിൽ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, ഫൈനൽസിൽ കൊണ്ടുവരുമ്പം കളിക്കത്തില്ല. അപ്പം ഓക്കെ, അപ്പം നമുക്ക് മറ്റേ വാദം എടുക്കാം, ഇതുവരെ കൊണ്ടുവന്നത് കൊണ്ടാണല്ലോ ഫൈനൽസ് കളിക്കാൻ വന്നത്. എനിവേ അത് ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കളിയുടെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകേണ്ടത് ബൗളേഴ്സിനാണ്. കാര്യം അവർ പലപ്പോഴും ഈ ചെറിയ ടോട്ടൽസ്, ഇന്ത്യയുടെ ചെറിയ ടോട്ടൽസിനെ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്ക് ചേസ് ചെയ്യാൻ പറ്റിയ ചെറിയ ടോട്ടലിൽ അവർ എതിരാളികളെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം അതായിരുന്നു ഇതിൻ്റെ കാരണം. എനിവേ 7 റൺസിന് വിജയിച്ചത് ഒരു ത്രില്ലിംഗ് മാച്ചായിരുന്നു. കാര്യം അത് വൺ സൈഡഡ് അല്ലായിരുന്നു. അത് എപ്പോഴും ചില സമയത്തൊക്കെ സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്ന് തോന്നിയ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നും അവസാനം അത് ഇന്ത്യ പിടിച്ച് വിജയിച്ചു എന്നുള്ളത് ഒരു ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ക്രിക്കറ്റ് സ്നേഹികൾക്കും ഇത് അഭിമാന നിമിഷമാണ്, സന്തോഷ നിമിഷങ്ങളാണ്. ഓക്കെ, ഇന്ത്യ എന്തായാലും കപ്പ് നേടി. അത് ഈ പറഞ്ഞ പോലെ കൺഗ്രാജുലേഷൻ എല്ലാ ടീമിനും, അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്ത്യൻ മാനേജ്മെൻറ്റ് പിന്നെ എല്ലാ പ്ലെയേഴ്സിനോടും നീതിയായിട്ടാണോ ഇടപെട്ടിരുന്നത്? എനിക്ക് തോന്നുന്നില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല. പക്ഷെ അത് അന്ന് എങ്ങനെ തുടങ്ങി അത് തന്നെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിലും ചെയ്തത്. ഇവിടെ എടുത്തിട്ടുള്ള ഈ കളിക്കാർ, ഈ ബാക്കപ്പ് അല്ലാതെ ഈ സ്ക്വാഡിനകത്ത് എടുത്ത കളിക്കാരെ, ഈ 11 പേരെയാണ് ആദ്യം മുതൽ അവസാനം വരെ കളിപ്പിച്ചത്. അപ്പം പറയും ഈ ജയിച്ച ടീമിനെ മാറ്റി അങ്ങനെ ഒരു നിയമമുണ്ടോ? ജയിച്ച ടീമിനെ, അതായത് ജയിച്ച ടീമിനകത്ത് കുറേ പ്ലേയേഴ്സ് കളിക്കാതിരുന്ന് വേറെ കുറേ പഠിച്ചതുകൊണ്ട് ഈ കളിക്കാതിരിക്കുന്ന പ്ലേയേഴ്സിനെ മാറ്റാൻ, അല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാ ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനല്ലേ ബാക്കപ്പ്. അപ്പോൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞ സംഭവം എന്തിനാണ്? സ്ക്വാഡ് എന്ന സംഭവത്തിൽ 11 പ്ലേയേഴ്സിനെ എടുക്കുകയാണ് സാഹചര്യം അനുസരിച്ചിട്ട്. ഇപ്പോൾ റിസ്ക് എടുക്കേണ്ട, വലിയ റിസ്ക് ഇല്ലാത്ത എത്രയോ മാച്ചസ് ഇവിടെ അതിനകത്തൊക്കെ കളിപ്പിക്കാമായിരുന്നല്ലോ. അത് പക്ഷേ ഇവരെ കളിപ്പിച്ചിട്ട് ഇവർ വീണ്ടും തോന്നി. ഇപ്പം ശിവൻ ദുബൈയും പന്തും ഒക്കെ ഇത് ചെയ്യുമായിരുന്നു. മറ്റ് വെറ്ററൻസ് ആണ്, പറയാം, രോഹിതും കോഹ്ലിയും ഒക്കെ പിന്നെ എക്സ്പീരിയൻസ് വെറ്ററൻ പ്ലേയേഴ്സാണ്. അവർക്കൊക്കെ അതിനെ, പക്ഷെ സ്റ്റിൽ അവർക്ക് പിന്നെ അവരും ഫെയിലർ ആയിരുന്നു, എക്സെപ്റ്റ് ഇൻ ദ ലാസ്റ്റ്. രോഹിത് ഈ സെമി ഫൈനലിലും മറ്റേ കോഹ്ലി ഇതിനകത്തൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ചാൻസ് കൊടുക്കുക. പക്ഷേ ഈ കളിക്കാരെ അവിടെ ജയ്സ്വാൾ, റിങ്കു, സഞ്ജു ഇവരെ കൊണ്ടുവന്ന് അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരിക, ഒരു കളി പോലും കളിപ്പിക്കാതിരിക്കുക. മറ്റേ ചില കളിക്കാർക്ക് ഇഷ്ടംപോലെ പരാജയപ്പെടാൻ അവസരം കൊടുക്കുക. എന്നിട്ട് സഞ്ജു സാംസനെ ഒരിക്കലും കളിക്കാത്ത ഒരു ഓപ്പണറായിട്ട് ഒരു വാമപ്പ് മാച്ചിൽ ഇത് ചെയ്തു, പരാജയപ്പെട്ടു, പിന്നെ ചാൻസ് ഇല്ല. പക്ഷേ പന്തിനും പിന്നെ ശിവൻ ദുബൈക്കും മറ്റേ വെറ്ററൻ കോഹ്ലിക്കും രോഹിത്തിനും ഈവൻ സൂര്യയ്ക്കും ഒക്കെ ഇഷ്ടം പോലെ പരാജയപ്പെടാം, ഇഷ്ടം പോലെ 0-ൽ ഔട്ടാകാം. പക്ഷെ അവർക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഒരു പ്രഷർ ഇല്ലാതെ അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. പേടിക്കണ്ട. അവരെ ഇന്ന് ഒരു കളി തോറ്റോണ്ടോ 2 കളി തോറ്റോണ്ടോ 3 കളി പരാജയപ്പെട്ടതുകൊണ്ടോ അവർ ഡ്രോപ്പ് ആകത്തില്ലെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് അതേസമയം സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ ഈ വാള് മേളിൽ നിൽക്കുന്ന പോലാണ്. ഒരു കളി തോറ്റു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ ഔട്ടാക്കും എന്നുള്ളൊരു ഭയത്തിലും പ്രഷറിലുമാണ് അയാൾ കളിക്കുന്നത്. അതുകൊണ്ട് അയാൾ പലപ്പോഴും അയാളുടെ നാച്ചുറൽ ഗെയിം കളിക്കാറില്ല. അയാൾ ഇങ്ങനെ ചിലപ്പം ഡിഫെൻസീവായിട്ട് പിന്നെ ഇങ്ങനെ ഒരു കളിക്കും. ഹി കനോട്ട് പ്ലേ ദാറ്റ്. ഹി ഹാസ് എ നാച്ചുറൽ ഗെയിം ഓഫ് അറ്റാക്കിംഗ് ഗെയിം. അറ്റാക്കിംഗ് ബാറ്റ്സ്മാനാണ് അയാൾ. അത് കളിക്കാനുള്ള ഇത് കൊടുക്കത്തില്ല. കാര്യം ഒന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അയാളെ 2 വർഷത്തേക്കും പിന്നെ ടീമിൽ കാണത്തില്ല. ഇതാണ് സംഭവം. അപ്പം
ഇവരോട് ഈ ജയ്സ്വാൾ പുതിയ പ്ലെയറാണ്, വളർന്നു വരുന്ന ഒരു പ്ലെയറാണ്, റിങ്കു സിംഗ്, ഇവർക്കൊക്കെ ചാൻസ് കൊടുക്കേണ്ടതല്ലായിരുന്നു. ഇവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 1-2 മാച്ചിലെങ്കിലും ക്രൂസിലല്ല, അതായത് ഈ ആ മാച്ചുകൾ തോറ്റത് കൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ, അതായത് നമ്മുടെ സെമിഫൈനൽ സാധ്യതകളെ ബാധിക്കാൻ സാധ്യതയില്ലാത്ത എന്ന് തോന്നുന്ന മാച്ചുകളിലൊക്കെ കളിപ്പിക്കാമായിരുന്നു. അത് തന്നെയല്ല, ഇപ്പോൾ 11 പ്ലേയേഴ്സ് ഉള്ളതിൽ ഒരാളെ അവർ മാറ്റി പരാജയപ്പെട്ടത് കൊണ്ട് പിന്നെ ടീം തോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ മാറ്റുന്ന പ്ലേയേഴ്സ് എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് പിന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ, മനസ്സിലായില്ലേ? പിന്നെ അടുത്തതിന് വിജയിക്കുമെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഈ പുതുതായിട്ട് ഇവരെ എടുക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു ഹോപ്പ് വെക്കാമല്ലോ. അത്രേ ഉള്ളൂ. ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാമായിരുന്നു അവർക്ക്. അപ്പോൾ അതൊന്നും പിന്നെ അതോ ഇനി അൺബീറ്റനായിട്ട് ഒരു കളിയും തോക്കാതെ ഇന്ത്യ കപ്പ് നേടണമെന്ന് അങ്ങനെ വല്ല ടാർഗറ്റ് ഉണ്ട്? അതുകൊണ്ടാണോ ഒരു കളി പോലും തോക്കാൻ വിട്ടുകൊടുക്കാതെ ജയിച്ചത്? എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ജയിച്ചു. ഇന്ത്യൻ ടീമിനെ ഞങ്ങളുടെ കൺഗ്രാജുലേഷൻ. ഇന്ത്യക്കാരായക്കും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് അഭിമാന നിമിഷമാണ്, സന്തോഷ നിമിഷമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ചില പ്ലേയേഴ്സിനോട് കാണിക്കുന്ന പിന്നെ അതിര് കവിഞ്ഞ ഫേവറിറ്റിസവും ചില കളിക്കാരോട് എതിരായിട്ട് അവരെ, അതായത് ചിലപ്പം തോന്നും ഈ ചില കളിക്കാരെ എങ്ങനെ ഈ ടീമിൽ കളിപ്പിക്കാതിരിക്കാം എന്നാണ് ഈ ടീം മാനേജ്മെൻറ്റ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പല കാരണങ്ങൾ പലതും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. പന്തിനെ കൊണ്ടുവന്ന് 3-ൽ കളിപ്പിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവൻ ദുബെ പിന്നെ ബൗളറാണെന്ന് ബൗൾ ചെയ്യുമെന്നുള്ള ഇതിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുക, എന്നിട്ട് ബൗൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പം നമുക്ക് തോന്നുന്നത് എന്തുവാണ്, ഈ ചുമ്മാ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒരാളെ എടുത്തിട്ട് വേറെ ചിലരെ മാറ്റി നിർത്താൻ വേണ്ടി ഈ ടീം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജികൾ പിന്നെ ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു, മനസ്സിലായില്ലേ? പക്ഷേ എനിവേ ഇത് വളരെ മോശമാണ്. എല്ലാ കളിക്കാർക്കും അവസരം കൊടുക്കണം. ചില കളിക്കാരെയൊക്കെ ഇപ്പം സഞ്ജു സാംസനെ പോലുള്ള കളിക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇടയ്ക്കിടയ്ക്ക് ചാൻസ് കൊടുത്തിട്ട് ഒരു ചാൻസ് കൊടുക്കും. അത് ചാൻസ് കൊടുക്കുമ്പോൾ അത് കഴിയുമ്പം പിന്നെ അയാൾ പരാജയപ്പെടുമ്പം ഡ്രോപ്പ് ചെയ്യും. പിന്നെ അടുത്ത കളിക്ക് എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഹി വിൽ ബി അണ്ടർ പ്രഷർ, ഹി കനോട്ട് പ്ലേ ഹിസ് നാച്ചുറൽ ഗെയിം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ വീണ്ടും തോക്കും. എന്നിട്ട് ഇവരെല്ലാം കൊണ്ട് ഒരു 10 വർഷം 22 പിന്നെ മാച്ച് കളിക്കാൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടംപോലെ ചാൻസുകൾ കൊടുത്തെന്ന് പറയും. 22 മാച്ചസാണ് ഒരു വർഷത്തിൽ 10 വർഷത്തിൽ കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര മാച്ചാണ്? ഒരു വർഷത്തിൽ 2 മാച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതും എത്ര ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്? ഇത് നേരിട്ട് അടുത്തടുത്തല്ല കൊടുക്കുന്നത്. ഒരു മാച്ച് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അതിനെയാണ് ടോട്ടൽ ഇത്ര മാച്ച് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് പറയുന്നത്. എന്നിട്ട് കൊടുത്ത ചാൻസുകൾ വിജയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടും. ഇവർ ഈ മറ്റുള്ള പ്ലേയേഴ്സൊക്കെ എന്തുമാത്രം പരാജയപ്പെടാൻ അവസരം കൊടുക്കുന്നവർക്ക്, അതാണ് കഷ്ടം. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു ഇന്ത്യക്കാരനും ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അപേക്ഷ. എനിവേ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി. ഞങ്ങളെ പുതിയൊരു വിഷയത്തിൽ വരുന്നവരെ നന്ദി, നമസ്കാരം. Thank you so much. Bye.